കുറേ നാളുകളായി നിറഞ്ഞു നിൽക്കുന്ന വിഷയം തന്നെയാണ് ശബരിമല സ്വർണ്ണമോഷണ കേസ് എന്ന് പറയുന്നത്. ആ കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് ഈ തട്ടിപ്പിനൊക്കെ കൂട്ടുനിന്ന ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ, തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ വൈകാതെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നിർബൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നിർബൻ, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇപ്പോൾ 3 അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്ന ജയശ്രീ, ഒപ്പം തന്നെ ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് എന്നാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്? തീർച്ചയായും അതിനനുസരിച്ചുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് മനു. കാരണം ഇതിൽ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന കാര്യം ആദ്യ റിപ്പോർട്ടിൽ തന്നെ SIT സംഘം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. അതിനുശേഷം തന്നെ ഓരോ പരിശോധനയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിൻ്റെ അറസ്റ്റ്, ഇതിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ പങ്കുണ്ട്. ഈ ബോധപൂർവം തന്നെ ഇത്തരത്തിൽ സ്വർണം അവിടെ നിന്ന് കടത്തുന്നതിനുള്ള ശ്രമം ഈ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. അതിൽ ഗൂഢാലോചനയിൽ വിവിധ ഉദ്യോഗസ്ഥർ പങ്കാളികളായിട്ടുണ്ട്. ഇതിൽ പരസ്പരം ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ബന്ധവും ഇത് സംബന്ധിച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സ്വർണം കൊടുത്തുവിടുന്ന രീതിയിലേക്ക് നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച വിശദാംശങ്ങളാണ് വെളിവാകേണ്ടത്. നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ, അന്നത്തെ തിരുവാഭരണ കമ്മീഷണർമാരായിട്ടുള്ള ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും മുരാരി ബാബുവിൽ നിന്നും എടുത്ത വിവരങ്ങൾ ഇവരുമായി ചോദ്യം ചെയ്യൽ കൂടുതൽ കാര്യങ്ങൾ ആരായുകയും ഇതുമായി ബന്ധപ്പെടുത്തിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ റിമാൻഡിലാവുകയും ചെയ്ത അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, അദ്ദേഹം ഇതിൽ ബോധപൂർവമായ ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ഗുരുതരമായ പങ്ക് അദ്ദേഹത്തിനുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് അന്ന് ഈ സ്വർണ്ണപ്പാളിയാണെന്ന് വ്യക്തമായി അറിയാവുന്ന സുധീഷ് കുമാർ തന്നെ ഇത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുന്നതിൽ നിർണായകമായി നീക്കം നടത്തി. മാത്രമല്ല, അന്ന് മഹസർ റിപ്പോർട്ടിൽ അന്ന് ഇത് അഴിച്ചെടുത്ത് കൈമാറുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ കൂടി മഹസർ റിപ്പോർട്ടിൽ സാക്ഷിയായി ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിന് ഈ സ്വർണം കൈമാറുമ്പോൾ രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഈ സ്വർണം കൈമാറിയതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ആസൂത്രണം ഈ സുധീഷ് കുമാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഒപ്പം തന്നെ നേരത്തെ ഈ അറസ്റ്റിലാകപ്പെട്ട മുരാരി ബാബുവിൽ നിന്നും ഇത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിരുന്നു. അപ്പോൾ കുറ്റകൃത്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്ക് വെളിവാകുന്നതാണ്. ഒപ്പം തന്നെ വിജയമല്യ അന്ന് 2019 ഈ സ്വർണം കൈമാറുമ്പോൾ അന്ന് നൽകിയിട്ടുള്ള രേഖകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 420ഓളം പേജുള്ള രേഖകൾ SIT സംഘം എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച ഈ സ്വർണത്തിൻ്റെ അന്നത്തെ അളവ്, ഇത് സംബന്ധിച്ച് അന്ന് ഇത് കൈമാറുമ്പോൾ സംഭാവന ചെയ്യുമ്പോൾ സ്പോൺസറായി വിജയമല്യ വരുമ്പോൾ അന്നത്തെ നടപടിക്രമങ്ങൾ, അന്ന് പങ്കുവഹിച്ച ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തുടർ നടപടികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് കടന്നുകൂടിയത്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ഉദ്യോഗസ്ഥർക്ക് വലിയ ഗുരുതരമായ പങ്കുണ്ട് എന്നതാണ്. ഇത്തരത്തിൽ ആസൂത്രണം നടത്തുകയും ഒപ്പം തന്നെ അത് ഒരു നിർണായക ഘട്ടത്തിൽ, അതായത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസത്തിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം കാണുവാനില്ല എന്ന വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചില മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുകയും തുടർന്ന് വിവാദങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തതിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്. അതിലേക്ക് ഇനി അന്വേഷണ സംഘത്തിന് എത്തേണ്ടതുണ്ട്. അടുത്ത റിപ്പോർട്ടും ഒപ്പം തന്നെ ഈ സുധീഷ് കുമാർ ഇപ്പോൾ റിമാൻഡിലാണ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ചോദിക്കുക, ഒപ്പം തന്നെ ഈ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിലേക്ക് നടക്കുകയും ചെയ്യും. അത് ഇനി കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിൽ, തുടർ ദിവസങ്ങൾ ഏറെ നിർണായകവുമാണ്. മനു. ശരി, ഓക്കെ, താങ്ക് യു നിർബൻ. നിർബനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം ഇനി പല പ്രധാനപ്പെട്ട അറസ്റ്റുകളും നടക്കാനുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. സമഗ്രമായ വിവരങ്ങളാണ് നിർബൻ നൽകിയത്.